الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തി തഖ്വയുള്ളവരായി വിശ്വാസമുള്ളവരായി ജീവിക്കാൻ പരമാവധി ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം എന്നത് പരമപ്രധാനമാണ്. അല്ലാഹുവിനെ വിശ്വാസം അർപ്പിച്ച വിശ്വാസി അല്ലാഹുവിന്റെ കൽപ്പനകൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി ജീവിക്കാൻ അർഹതപ്പെട്ടവരാണ്. അങ്ങനെ വിശ്വാസത്തിന്റെ ഒരു പ്രകടമായ രൂപങ്ങളാണ് നമ്മുടെ കർമ്മങ്ങൾ, കർമാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസം പുറത്ത് കാണുന്ന അതിന്റെ പ്രകട രൂപങ്ങളാണ് നമ്മുടെ അമൽ സ്വാലിഹാത്തായി അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളായി കർമ്മങ്ങളായി ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. ഈ കർമ്മങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയ പോലെ നമസ്കാരം എന്ന് പറയുന്നത്. റസൂൽ പറഞ്ഞത് ഇന്ന അവരുമായി ഒരു മനുഷ്യ നാളെ കണ്ടവർക്ക് ഏറ്റവും ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് അവന്റെ നമസ്കാരത്തെ പറ്റിയാണ്. ഏറ്റവും ആദ്യത്തെ നമ്മുടെ വിചാരണ, നമ്മുടെ കർമ്മങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ആദ്യത്തെ കർമ്മം എന്നുള്ള നിലയ്ക്ക് എടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം, ഹിസാബിന്റെ മുൻഗണനയിലുള്ളത് അത് നമസ്കാരമാണ്. അപ്പൊ മനുഷ്യ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയം, നമസ്കാരം. അത് ശരിയായാൽ, അതായത് ആ നമസ്കാരത്തെ പറ്റിയുള്ള വിചാരണ ആ രംഗത്ത് ശരിയാവുകയാണെങ്കിൽ, അത് ശരിയായ രംഗത്തിലായാൽ ജീവിതം മുഴുവൻ ശരിയായി. അതിൽ പരാജയപ്പെട്ടാൽ ജീവിതം തന്നെ പരാജയപ്പെട്ടു എന്ന രൂപത്തിലാണ് പ്രവാചകൻ തുടർന്നു. അപ്പൊ അത്രയും പ്രധാനമായ ഒരു ആരാധനാ കർമ്മമാണ് നമ്മളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമുക്കറിയാം, ജീവിതം നിലനിർത്താൻ നമ്മൾ വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, ഓരോ സമയത്ത് രാവിലത്തെ പ്രാതൽ കഴിക്കണം, ഉച്ചഭക്ഷണം കഴിക്കണം, വൈകുന്നേരം ഭക്ഷണം കഴിക്കണം. അങ്ങനെ അങ്ങനെ നിരന്തരമായി നമ്മുടെ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം.
ഒരു രോഗിയായ മനുഷ്യനാണെങ്കിൽ പോലും ആ രോഗിക്ക് എന്താണോ പറ്റുന്നത് അതിനുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. അവസാനം ജീവൻ നിലനിർത്താൻ വേണ്ടി ചിലപ്പോ ട്യൂബിട്ട് വെള്ളമെങ്കിലും ആ വയറ്റിലേക്ക് ഇറക്കി കൊടുക്കും. എന്താണ് ജീവൻ നിലനിർത്താൻ. ഇതേ രൂപത്തിൽ നമ്മുടെ വിശ്വാസത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ, നമ്മുടെ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ടു പോകാൻ അതിനാവശ്യമായതാണ് ഈ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ആ സമയങ്ങളിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ നിലനിന്ന് പോകുന്നത്. എന്തിനു വേണ്ടിയാണ് നമസ്കാരം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുണ്ട് നരക വിമോചനത്തിന്. ശരിയാണ്. കാരണം നാളെ പരലോകത്ത് അല്ലാഹു നരകക്കാരായ ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, മാ സലക്കക്കും ഫീ സഖർ, എന്താ നിങ്ങൾ നരകത്തിൽ കടക്കാൻ കാരണം, ഇങ്ങനെ നരകത്തിൽ കടന്നു എരിയാനുള്ള കാരണം എന്താണ് എന്ന് അവരോട് ചോദിക്കുന്നു. നരകത്തിൽ കിടക്കുന്ന ആളുകൾ ആദ്യമായി പറയുന്ന ഒരു മറുപടി, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല, അതാണ് ഞങ്ങൾ ഇങ്ങനെ നരകത്തിന് അവകാശികളായി തീരാൻ കാരണം, നരകത്തിൽ കടക്കാനുള്ള ഒന്നാമത്തെ ഒരു കാരണമായി അവർ പറയുന്നതാണ്. അപ്പൊ നരക വിമോചനം എന്ന് പറയുന്നത് പ്രധാനം തന്നെയാണ്. എന്നാൽ നമസ്കാരത്തിന്റെ ഒരു ആത്മാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്മരണയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. നമസ്കാരം എന്ന് പറയുന്ന കർമ്മത്തിന്റെ റൂഹ് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ. മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറയുന്നത്, ഞാനാണ് നിന്റെ റബ്ബ്, എന്നെ മാത്രമാണ് നീ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറയാം, അഖിമിസ് സ്വലാത്ത ലിദിക്രി, അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നീ നമസ്കാരം കൃത്യമായി നിലനിർത്തുക എന്നല്ല, എന്നെ സ്മരിക്കാൻ വേണ്ടി ഇഖാമത്തുസ് സ്വലാത്ത്, നമസ്കാരത്തിന്റെ കൃത്യത നിന്നിൽ ഉണ്ടായിരിക്കുക. കാരണം അല്ലാഹുവുമായുള്ള ബന്ധം അത് ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഓരോ സമയത്തും സൃഷ്ടാവുമായുള്ള ബന്ധം പുതുക്കിക്കൊണ്ടേയിരിക്കണം. സൃഷ്ടാവുമായുള്ള ബന്ധം എന്ന് പറയുമ്പോൾ നിസ്സാരമല്ലല്ലോ ബന്ധം. നമ്മൾ ബന്ധമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഏറ്റവും അടുത്ത ചങ്ങാതിമാർ, സംഘികൾ എന്നൊക്കെ പറയുന്ന ചങ്ങാതിമാരുണ്ട്. അവരോടുള്ള ഒരു ബന്ധം നമുക്കുണ്ട്. എങ്ങനെയാണ് ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്? കാണുമ്പോൾ മാത്രമല്ലല്ലോ, നമ്മൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ ബന്ധം ഇങ്ങനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരുപാട് പരിപാടികളുണ്ട്. എന്ന പോലെ അള്ളാഹുവുമായുള്ള ബന്ധം നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൃഷ്ടികളോടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടുള്ള, നമ്മുടെ ഉമ്മയോടുള്ള, ഉപ്പയോടുള്ള, ബന്ധുക്കളോടുള്ള ബന്ധമല്ലല്ലോ. ആ ബന്ധമൊക്കെ വളരെ പരിമിതമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മൾ കാണുന്നത് ഉമ്മയോടാണ് എന്നാണ്. കാരണം ഉമ്മ ഗർഭം ചുമന്നത് മുതൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് വളരെ പ്രയാസപ്പെട്ട് പ്രസവിച്ച് നമുക്ക് പാലൂട്ടി നമുക്ക് വേണ്ടതെല്ലാം ചെയ്ത് അങ്ങനെ വളർത്തി കൊണ്ടുവന്ന് ആ ഉമ്മയുമായി നിരന്തരം ഉമ്മയുടെ ഒരു നിഴലായി ഉമ്മയുടെ കൂടെ ബന്ധപ്പെട്ടുകൊണ്ടേ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ചങ്ങനെ വലുതായ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തു പോകുന്നു, കല്യാണം കഴിക്കുന്നു, അങ്ങനെ ഉമ്മയിൽ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉമ്മ എന്ന് പറയുന്ന ആ ബന്ധം, ആ പ്രസവിച്ച ഉമ്മയുമായുള്ള ആ ഉമ്മ എന്നുള്ള ബന്ധം ഉണ്ടെങ്കിൽ തന്നെയും ചെറുപ്പത്തിലുണ്ടായിരുന്ന പാലുണ്ടിയിരുന്ന ഉമ്മയോടുള്ള ബന്ധം അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എല്ലാവർക്കും. അപ്പൊ അതൊക്കെ ലിമിറ്റേഷൻ ഉള്ളതാണ്. ഉമ്മയുമായുള്ള ബന്ധം, വാപ്പയുമായുള്ള ബന്ധം, നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നതാണ് വാപ്പ. നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് നമുക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നെങ്കിലും നമ്മളൊക്കെ ഇങ്ങനെ വലുതായി ഒരു കുടുംബമായി ഭാര്യയും മക്കളൊക്കെ ഇങ്ങനെ ആകുന്നതോടുകൂടി വാപ്പയുമായുള്ള ബന്ധം അതിനൊക്കെ കുറെ അകൽച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ബന്ധങ്ങൾ, മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ ഏത് നോക്കിയാലും ഒക്കെ ലിമിറ്റഡാണ്. അള്ളാഹുമായുള്ള ബന്ധം ആലോചിച്ച് നോക്കൂ. നമ്മുടെ ആത്മാവിനെ സൃഷ്ടിച്ചത് മുതൽ അള്ളാഹു നമ്മെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ കാര്യങ്ങൾ தெரிഞ്ഞുകൊണ്ട് വേണ്ടതൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ അള്ളാഹു നമ്മെ പരിപാലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹ് ചോദിക്കുന്നുണ്ടല്ലോ, അല്ലതാ അലൽ ഇൻസാനി ഹീനു മിനൽ ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യ, ഓരോരുത്തർക്കും കഴിഞ്ഞു പോയിട്ടില്ലേ നമ്മൾ ആരാണ് എന്ന് പറയപ്പെടാൻ പറ്റാത്തൊരു കാലം, അഡ്രസ് ഇല്ലാത്തൊരു കാലം നമുക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്.
നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട്. എന്റെ ഡേറ്റ് ഓഫ് ബർത്തിന് മുമ്പ് ഞാനൊന്നുമല്ല, എന്റെ ഉപ്പക്കറിയില്ല, എന്റെ ഉമ്മക്കറിയില്ല, എന്നെ പറ്റി ആർക്കും അറിയില്ല ലോകത്ത്. അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അന്നും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ നാഥൻ റബ്ബ് സുബ്ഹാനഹു വ തആല. അങ്ങനെ നാം ഗർഭം ചുമന്നത് മുതൽ അതിനു വേണ്ടിയുള്ള എല്ലാം അല്ലാഹു തയ്യാറായി നിരത്തുകയാണ്. പ്രസവിക്കപ്പെട്ടാൽ പിന്നീട് വേണ്ടത് അമ്മിഞ്ഞ പാലാണ്, അത് റെഡിയാക്കിയിരിക്കുകയാണ്. പിന്നീട് വേണ്ടത് ഭക്ഷണം കഴിക്കാൻ വേണ്ട അവയവങ്ങളാണ്, അത് റെഡിയാക്കി തരികയാണ്. അങ്ങനെ ഓരോ ഘട്ടത്തിൽ വളർന്നു വരുന്നതനുസരിച്ച് ഒരു യുവാവാകുമ്പോൾ ലൈംഗിക തൃഷ്ണയാണ് വേണ്ടത്. കുട്ടികൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടികളോടുള്ള വാത്സല്യമാണ് വേണ്ടത്. എന്താണോ നമുക്ക് വേണ്ടത് ആ വേണ്ടതെല്ലാം അതാത് സമയത്ത് നൽകി നമ്മളോടൊപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ്, നമ്മുടെ ഓരോ സെല്ലിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന റബ്ബ്. കോടിക്കണക്കിന് കോശങ്ങളാണല്ലോ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, ആ മനുഷ്യന്റെ ഓരോ കോശത്തിലും ആ ഡിവൈൻ ടച്ച്, ദൈവികമായ ആ ടച്ച് ഇല്ലായെങ്കിൽ നമുക്ക് ജീവിതം ദുസ്സഹമായിരിക്കും. അങ്ങനെ നമ്മുടെ ഓരോ കോശങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഓരോ അവയവങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഗർഭത്തിൽ 4 ആഴ്ചയാകുന്നത് മുതൽ പിടിച്ചു തുടങ്ങിയതാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഹൃദയം. മാതാവിന്റെ ഗർഭാശയത്തിൽ 4-6 ആഴ്ചകളാകുമ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഹാർട്ട്. അതിങ്ങനെ ഇന്നും പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിങ്ങനെ നിന്നിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ലോകത്തില്ല. 72 തവണ അത് പിടിക്കാനുള്ള എല്ലാ സംവിധാനവും ശ്രദ്ധമായ റബ്ബ് ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കാ ഒരു കുറവ് വന്നാൽ നമ്മൾ ഐസിയുലായിരിക്കും, അല്ലെങ്കിൽ വെന്റിലേറ്ററിലായിരിക്കും. അങ്ങനെ നിരന്തരം നമ്മോടൊപ്പമുള്ള ആ റബ്ബിനെ സ്മരിക്കാൻ നെഞ്ചത്തൊന്ന് കൈവച്ച് നോക്കും. ഹൃദയത്തിന്റെ പ്രവർത്തനം അറിയാം. ഒരു മിടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ലക്ഷക്കണക്കിന് തവണയാണ് ഹൃദയം പിടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ നെഞ്ചത്തൊന്ന് കൈവച്ചാൽ നമ്മൾ സ്വാഭാവികമായി പറയുന്നു അല്ലാഹു അക്ബർ, പറയും അല്ലാഹു അക്ബർ. കാരണം ആ ഒരു സെക്കൻഡിന്റെ 80 ഭാഗത്ത്, അതായത് 0.8 സെക്കൻഡിലാണ് യഥാർത്ഥത്തിൽ ആ ഹൃദയം ഒരു തവണ പിടിക്കുന്നത്. ഒരു മിനിറ്റ് വേണ്ട, ഒരു മിനിറ്റിന് 78 തവണയാണ്. അതിനുള്ളിൽ ആ ഹൃദയത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പറ്റി ഒരല്പം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ എന്ന് പറയും അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും മഹാനാണ്. അതാണ് നമസ്കാരത്തിലുള്ള നമ്മളോട് പറയാൻ വേണ്ടി പറയുന്നത് അല്ലാഹു അക്ബർ നിരന്തരമായി. ഇങ്ങനെ നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനോടുള്ള ബന്ധം, നമ്മൾ വിചാരിക്കും നമ്മുടെ ഇണയോടുള്ള ബന്ധമാണ് ഏറ്റവും അടുത്ത ബന്ധമെന്ന്. നമ്മുടെ ഇണ ജീവിതം എന്ന് പറഞ്ഞാൽ റബ്ബുമായുള്ള ബന്ധത്തിന്റെ തോത് വെച്ച് നോക്കിയാൽ, കമ്പയർ ചെയ്താൽ ഏതാനും സെക്കൻഡുകൾ മാത്രം തോന്നുന്നു. അതിന് മാത്രം ജീവിതത്തിൽ അല്ലാഹുവുമായി നാം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. ജീവിതാന്ത്യം പിന്നീട് മരണശേഷം എല്ലാം അല്ലാഹുവുമായാണ് നമ്മുടെ ബന്ധം. അപ്പൊ ഈ ബന്ധം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തീർച്ചയായും നാം ആ അല്ലാഹുവിന്റെ മുമ്പിൽ ആരാധനകൾ അർപ്പിക്കേണ്ടതുണ്ട്. അതാണ് എന്നത് നിങ്ങൾ ഓർക്കണം, എന്നെ സ്മരിക്കണം. അതിനു വേണ്ടി നിങ്ങൾ ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കണം. വലദിക്റുല്ലാഹി അക്ബർ, ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിനെ ഓർക്കൽ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്, ഏറ്റവും അക്ബറായ കാര്യം എന്ന് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ നമസ്കാരത്തിന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മയാണ്. നമസ്കാരത്തിന്റെ രൂപമോ അതും അതിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമസ്കാരത്തിന്റെ രൂപം ഓരോന്നായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തിനാ 4 റക്അത്ത് നിസ്കരിക്കുന്നത്, എന്തിനാ അസർ 4 റക്അത്ത്, എന്താ സുബഹി 2 ആയത്, അല്ലെങ്കിൽ എന്തിനാണ് റുക്കൂ, എന്തിനാണ് സുജൂദ്, എന്താ അതിനുള്ള യുക്തി എന്നൊക്കെ ചോദിച്ചാൽ നമുക്കതിന്റെ യുക്തി കണ്ടെത്താൻ കഴിയുന്നില്ല. നമ്മുടെ ചിന്തക്കും ബുദ്ധിക്കും അപ്പുറമായ ഒരു യുക്തി അതിന്റെ പിന്നിൽ ശ്രദ്ധാവായ വെച്ചിട്ടുണ്ട്. എല്ലാം യുക്തിയിലൂടെയും ബുദ്ധിയിലൂടെയും കണ്ടെത്താൻ കഴിയില്ലല്ലോ. മനുഷ്യന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്, എല്ലാം കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ലോകോത്തര കലാശില്പങ്ങൾ അത് ഭയങ്കരമായ വലിയ ആകർഷകമായ ശില്പങ്ങളും അല്ലെങ്കിൽ ആകർഷകമായ കലകളും ഒക്കെയായി ലോകത്ത് അവതരിപ്പിക്കുന്ന എല്ലാം നമ്മുടെ യുക്തി കൊണ്ട് കണ്ടെത്താൻ പറ്റുന്നതല്ല.
അതിന്റെ പിന്നിലുള്ള രഹസ്യമാണ് അതിന്റെ സൗന്ദര്യം. ഇതേപോലെ തന്നെ അള്ളാഹുവുമായുള്ള ആ ബന്ധത്തിന്റെ ആ രഹസ്യത്തിന് വേണ്ടി അത് നിലനിർത്താൻ വേണ്ടി അള്ളാഹു ഏർപ്പെടുത്തിയ കർമ്മങ്ങളാണ് ഇത് എന്ന് വിശ്വസിക്കുകയും അതനുഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ്. ഏറ്റവും സുന്ദരമായ ഒന്നാണ് സുജൂദ് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ. ഇൻഷാ അല്ലാഹ് ഒരു മനുഷ്യനെ പറ്റി നോക്കുന്നു. മറ്റുള്ള ജീവികളെ പോലെ എല്ലാ മനുഷ്യന്റെ അവസ്ഥ ശരീരങ്ങളിൽ ലംബമായി നിൽക്കുന്നതാണ്, കുത്തനെ നിൽക്കുന്ന. വേറെ ജീവി ലോകത്തങ്ങനെയില്ലല്ലോ. അവനങ്ങനെ തല ഉയർത്തി പിടിച്ച് അതേപോലെ തന്നെ നെറ്റി വിരിച്ച് കൈകൾ വീശി ആകാശത്തേക്ക് കണ്ണു തുറന്ന് നോക്കാൻ പറ്റുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. മറ്റു ജീവികളൊന്നും ആകാശത്തേക്ക് നോക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ കുറുക്കൻ ഊരിയിടുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷികളൊക്കെ മേലോട്ട് നോക്കുമ്പോ കണ്ണ് അടക്കും. എന്നാൽ കണ്ണ് തുറന്നുകൊണ്ട് മേലോട്ട് നോക്കാൻ പറ്റിയ ജീവി, കുത്തനെ നടക്കുന്ന ജീവി മനുഷ്യൻ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ആരുടെ മുമ്പിലും തല കുലിക്കാത്ത ഒരേ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യൻ. ഭക്ഷണം കഴിക്കാൻ പോലും മറ്റുള്ള ജീവികളൊക്കെ തല ഭക്ഷണത്തിലേക്ക് താഴ്ത്തുമ്പോ മനുഷ്യൻ ഭക്ഷണം തന്റെ വായിലേക്ക് ഉയർത്തുകയാണ്. അവിടെ പോലും മനുഷ്യൻ അവന്റെ ഔന്നിത്യം നിലനിർത്തിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് പോലും. എന്നാൽ ഈ മനുഷ്യനോട് സൃഷ്ടാവിന്റെ കൽപ്പന അള്ളാഹുവിന്റെ മുമ്പിൽ വണങ്ങണം. എങ്ങനെയായിരിക്കണം? സുജൂദിലൂടെ. മനുഷ്യൻ അർപ്പിക്കുന്ന ഏറ്റവും വിധേയപ്പെടുന്ന ഏറ്റവും അള്ളാഹുവിന്റെ മുമ്പിൽ അവന്റെ എളിമ കാണിക്കുന്ന ഒരേ ഒരു കർമ്മമാണ് സുജൂദ് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ വണങ്ങിക്കൊണ്ടായിരിക്കണം നീ ഈ ഇബാദത്ത് നടത്തേണ്ടത്. പ്രയാസകരമായ ഒരു കർമ്മമാണ് എന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള പല ആളുകളും സുജൂദിനെ പറ്റി പറഞ്ഞു കാണാൻ കഴിയും. കാരണം ആരുടെ മുമ്പിലും കുനിക്കാത്ത തല അള്ളാഹുവിന്റെ മുമ്പിൽ കുനിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു മനുഷ്യന് എത്രമാത്രം ചെറുതാകാൻ കഴിയുമോ അത്രയും ചെറുതായി ഏറ്റവും വിധേയപ്പെട്ടുകൊണ്ട് ആ റബ്ബിന്റെ മുമ്പിൽ കിടക്കുന്ന അവസ്ഥ അതാ മനുഷ്യൻ ചെയ്യണമല്ല. അങ്ങനെ ചെയ്യാൻ മനുഷ്യൻ സന്നദ്ധനാകുന്നില്ല എങ്കിൽ അവൻ മറ്റു പലരുടെയും അടിമയാകും. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ അവൻ മറ്റു പലതിന്റെയും അടിമയാകും. ഒന്നുകിൽ ദേഹേച്ഛയുടെയെങ്കിലും അടിമയാകും. ഇന്ന് പരിപാടിയും ഭൗതികവാദത്തിന്റെയും ആളുകൾ അടിമകളാണ്. അവരുടെ ദേഹേച്ഛയുടെ അടിമകളാണ്. എല്ലാ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം ആരാധന അർപ്പിക്കുന്ന ഒരു മനുഷ്യൻ സുജൂദിൽ കിടക്കുന്നതോടുകൂടി അവൻ അള്ളാഹുവിന്റെ വിധേയനായ അടിമയാകുക. അതോടൊപ്പം മനുഷ്യരെല്ലാവരും ഒന്നാണ്. ഞാൻ ഒരു മനുഷ്യന്റെ മുമ്പിൽ കുമ്പിടേണ്ടവനോ വച്ചാലും ശ്രമിക്കേണ്ടവനോ അല്ല, എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ നമസ്കാരത്തിലൂടെ മനുഷ്യന് പകർത്തുന്നതാണ്. ഇങ്ങനെയുള്ള ഉത്തമമായ ആരാധനയാണ് നമസ്കാരം. ഒരുപാട് നമുക്കറിയാം, മുഹമ്മദ് നിർബന്ധമാക്കിയത് ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്ന് പ്രവാചകന്റെ അടുക്കൽ വന്ന് വഹി കൊടുത്തിട്ടാണ് നിർബന്ധമായത്. സക്കാത്ത് നിർബന്ധമാക്കിയത് അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് ആ സന്ദേശത്തിലൂടെയാണ് സക്കാത്തിന്റെ നിർബന്ധിത കാര്യങ്ങളും അതിന്റെ കണക്കുകളും നമുക്ക് ലഭിച്ചത്. ഹജ്ജും അങ്ങനെ തന്നെയാണ്. മേലെ നിന്ന് മാലാഖയെ താഴേക്ക് അയച്ചിട്ട് അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങളാണ് നോമ്പും സക്കാത്തും ഹജ്ജും. എന്നാൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ റസൂലിനെ പ്രവാചകനെ അള്ളാഹു ആകാശത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് അർശിന്റെ അടുക്കൽ വെച്ച് കൊടുത്ത ഒരു വലിയ സമ്മാനമാണ് നമസ്കാരം എന്ന് പറയുന്നത്. ആരാധനക്കുള്ള പ്രത്യേകം ആലോചിച്ചു. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആരാധനയെ പോലെയല്ല. മുമ്പ് എനിക്കിപ്പോൾ എടുക്കാൻ സാധ്യമല്ല, രോഗിയാണ്, യാത്രയിലാണെങ്കിൽ പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി. പക്ഷെ നമസ്കാരം അങ്ങനെയല്ല. എങ്ങനെയാണോ കഴിയുന്നത് പോലെ ചെയ്യണമല്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്യാന് എനിക്ക് ബോംബെ വരെ പോകാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതുവരെ പോയിട്ട് ഹജ്ജ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ കർമ്മല്ല. എന്നാൽ ഒരു മനുഷ്യന് ഇരുന്ന് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ ഇരുന്ന് നമസ്കരിക്കണം, കിടന്ന് നമസ്കരിക്കാൻ കഴിയുമെങ്കിൽ കിടന്ന് നമസ്കരിക്കണം.
എന്താണോ ഒരാൾക്ക് കഴിയുന്നത് ആ രൂപത്തിൽ ആ കർമ്മം അനുഷ്ഠിച്ചിരിക്കണം എന്നുള്ളത് നമസ്കാരത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മനുഷ്യൻ ബുദ്ധിയും പ്രായബുദ്ധിയും അങ്ങനെ ശുദ്ധിയുള്ള സ്ത്രീകളുടെ അശുദ്ധിയുടെ കാലഘട്ടത്തിലല്ലാത്ത ഏതേത് അവസ്ഥയിലും മരണം വരെയും ബോധം നിലനിൽക്കുന്ന കാലം മുഴുവനും ഈ നമസ്കാരം എങ്ങനെയാണോ കഴിയുന്നത് ആ കഴിയുന്ന രൂപത്തിൽ അനുസരിക്കണം. നമസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. മറ്റു ആരാധനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ നമസ്കാരത്തെ പറ്റിയാണ് അത് നിങ്ങളുടെ കരുത്തായി മാറണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക. എങ്ങനെയാണ് സഹായം തേടുന്നത്? ക്ഷമ അവലംബിച്ചുകൊണ്ട് നമസ്കാരം നമ്മുടെ ഒരു ഉൾക്കരുത്തായി നമസ്കാരത്തെ എടുക്കുക. മനസ്സിന്റെ ഒരു ശക്തിയായി നമസ്കാരം മാറണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായി. നമസ്കാരം എന്റെ കൺകുളിർമയാണ്. നമസ്കാരം എന്റെ കൺകുളിർമയാണ്. റസൂലിനെ നമസ്കരിക്കാനുള്ള സമയമാവുക എന്ന് പറഞ്ഞാൽ ഒരു ആനന്ദമാണ്, ഒരു ആനന്ദോത്സവമാണ്, മനസ്സിന് സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, യാ ബിലാൽ അഖിമിസ് സ്വലാ, ബിലാലെ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കൂ. എന്നിട്ട് തുടർന്ന് പറയുന്നത് എന്താണെന്നറിയോ? അരിഫ്നാ യാ ബിലാൽ, ബിലാലെ നിങ്ങൾക്ക് സന്തോഷമേകൂ, നിങ്ങൾക്ക് ആനന്ദമേകൂ. അപ്പൊ നമസ്കാരത്തിന് വേണ്ടി റെഡിയാക്കിയിട്ട് മനസ്സിന് കുളിർമയേകുന്ന ആനന്ദമേകുന്ന മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കർമ്മമായി ആ നമസ്കാരത്തെ ഏത് പ്രയാസങ്ങളിൽ നിന്നും റസൂലുകൾ കടന്നു വന്നാൽ നമസ്കരിക്കും. അതോടുകൂടി മനസ്സ് സ്വസ്ഥമായി. ഇങ്ങനെയാണ് നമസ്കാരത്തെ കണക്കാക്കേണ്ടത് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അനുദിക്കുന്ന ആയത്തുണ്ട്. വിശ്വാസി സമൂഹം വിജയം വരിച്ചിരിക്കുന്നു. വിശ്വാസി സമൂഹം വിജയം വരിച്ചിരിക്കുന്നു. ഏത് വിജയമാണ്? നമ്മൾ ഭൗതികമായ ഒരുപാട് കോലങ്ങൾ വെച്ചുകൊണ്ടുള്ള വിജയത്തെ നമ്മൾ കണക്കാക്കാറുണ്ട്. ആ വിജയങ്ങളൊന്നുമല്ല ഈ ലോകത്തും പരലോകത്തും ആത്യന്തികമായ എല്ലാ വിജയവും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിശ്വാസി സമൂഹത്തിന് ഇവിടെയും നാളെ പരലോകത്തും എല്ലാ നിലക്കുള്ള എല്ലാ വിജയവും അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. എങ്ങനെയാണെങ്കിൽ الذين هم في صلاتهم خاشعون الذين هم في صلاتهم خاشعون അവർ അവരുടെ നമസ്കാരത്തിൽ ഭക്തി പുലർത്തുന്നവരാണ്, ഖുശൂഉള്ളവരാണ്. എന്താണ് ഖുശൂഉ? നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഏറ്റവും താഴ്മ കാണിക്കുന്ന അവസ്ഥയാണ് ഖുശൂഉ എന്ന് വിശദീകരിക്കപ്പെടുന്നത്. ശരീരവും മനസ്സും അല്ലാഹുവിനെ പരമാവധി ഭയപ്പെട്ടുകൊണ്ട് എങ്ങനെയാണോ കർമ്മം അനുഷ്ഠിക്കാൻ കഴിയുക, ബോധത്തോടു കൂടി എങ്ങനെയാണ് ആ കർമ്മം അനുഷ്ഠിക്കാൻ കഴിയുക, അങ്ങനെ വിധേയപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ നമസ്കാരം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അവൻ വിജയികളുടെ കൂട്ടത്തിലാണ്. പിന്നീട് വീണ്ടും കുറെ ഗുണഗണങ്ങൾ പറയുന്നത്. ഒന്നാമത്തെ ഗുണമായി പറയുന്നതാണ് നമസ്കാരത്തെ ഭക്തി പുലർത്തുക. നമസ്കാരം പരമാവധി അല്ലാഹുവിനെ വിധേയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലാഹുവിനോടുള്ള മുനാജാത്തായി കൊണ്ട് നമസ്കരിക്കാൻ ആർക്കും കഴിയുന്നുവോ അവർക്ക് എല്ലാവിധ വിജയങ്ങളും കഴിയുന്നുണ്ട്. ഈ നിലക്കാണ് ഈ ആരാധനയെ നാം കണക്കാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് വിശദമായ കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം. ഏതായാലും ഇങ്ങനെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മത്തെ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഏറ്റവും ആദ്യം എന്നെയും നിങ്ങളെയും അല്ലാഹു നിർത്തിയിട്ട് ചോദ്യം ചെയ്യുന്നതാണ് എന്റെയും നിങ്ങളുടെയും നമസ്കാരം എന്നത് നാം മനസ്സിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ആ നമസ്കാരത്തെ ഉൾക്കൊള്ളുകയും നാളെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന രൂപത്തിൽ നമസ്കാരത്തെ പരമാവധി പരിവർത്തിപ്പിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ ഫഅലിമു ബിത്തഖ്വല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചിരിക്കണേ എന്ന് എനിക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിഷയം പറയുകയുണ്ടായി. ഔസരി യാ റസൂലല്ലാഹ്, റസൂലേ എനിക്ക് ഒരു വസിയത്ത് തന്നാൽ, എന്നെ ഒന്ന് ഉപദേശിച്ചാൽ, എന്റെ ജീവിതം ശരിയായി കിട്ടാൻ ഉള്ള ഒരു ഉപദേശം എനിക്ക് തന്നാൽ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി
ഇദാ ഖുംത ലിസ്സലാത്തി ഫസല്ലി സ്വലാത്തൻ മുവദ്ദിഅ. നീ നമസ്കാരത്തിന് വേണ്ടി നിന്നാൽ നീ മുവദ്ദിഅന്റെ നമസ്കാരം നിർവഹിക്കുക. മുവദ്ദിഅ എന്ന് പറഞ്ഞാൽ യാത്ര പറയുന്നത്, ഈ ലോകത്തോട് വിട പറയുന്ന നമസ്കാരമാക്കി നിന്റെ നമസ്കാരത്തെ ഒക്കെ നീ മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജുമാ നമസ്കരിക്കാൻ നിൽക്കുക. ജുമാ നമസ്കരിക്കുമ്പോൾ നമ്മൾ മനസ്സിനെ കരുതുക, ഈ ജുമാ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കൊള്ളണമെന്നില്ല, ഇതെന്റെ അവസാനത്തെ നമസ്കാരമാകാം എന്ന ചിന്തയോടുകൂടി നമസ്കരിക്കുക. അങ്ങനെ നമസ്കരിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം ക്രമീകരിക്കപ്പെടും. നമുക്കറിയാം, കൃത്യമായി ഇങ്ങനെ ശ്രദ്ധയോടുകൂടി നമസ്കരിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ചിന്തയുണ്ടാകും, സമയത്തിന് കൃത്യത ഉണ്ടാകും. ടൈം മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമാണ്. ഇതൊക്കെ ഉണ്ടാകാൻ ഈ നമസ്കാരത്തിന്റെ കൃത്യതയും അതിന്റെ വൃത്തിയും അതിന്റെ സൂക്ഷ്മതയും ഒന്ന് ആലോചിച്ചു. ആ മനുഷ്യന്റെ പരിവർത്തന വിധേയമാകുന്ന അവരുടെ ജീവിതം ഒരു വൃത്തിയും വെളുപ്പുള്ളതായി. അങ്ങനെ മനുഷ്യനെ ഈ ലോകത്ത് തന്നെ നന്നാക്കി തീർക്കുന്ന ഒരു കർമ്മമാണ് നമസ്കാരം എന്ന് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ തന്നെ പറയുകയുണ്ടായി, നേരെ മനസ്സിന്റെ ഉള്ളിലേക്ക് വിശ്വാസം വെക്കാത്ത കാപട്യമുള്ള ആളുകൾ, മുനാഫിഖ് എന്ന് പറയാതെ മുനാഫിഖായ ആളുകൾ, അവരുടെ നമസ്കാരത്തെ പറ്റി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ നിസ്കരിക്കാൻ പറ്റുന്ന മടിയന്മാരായ ഒരു മടി അത് കഴിച്ചു കൂട്ടാത്ത ഇങ്ങനെ നമസ്കരിക്കുന്ന അവസ്ഥ, അത് വിശ്വാസത്തിന്റെ ലക്ഷണമല്ല, കാപട്യത്തിന്റെ ലക്ഷണമാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഖുർആനിൽ കാണാൻ സാധിക്കും, നിസ്കാരം എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമായി പോയി. പഠിത്തത്തെ പറ്റിയുള്ള സൂക്ഷ്മതയോ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രയാസമായി. ബാങ്ക് കേട്ടാൽ ആ ബാങ്ക് കൊടുത്തില്ല, ഒരു ഇടങ്ങേറ് പോലെ തോന്നുന്ന അവസ്ഥ ഉണ്ടാകും. എങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ മനസ്സിന്റെ ആ വിശ്വാസത്തിന്റെ ന്യൂനതയാണ് നമ്മളെ കാണിക്കുന്നത്. ഖുശൂഇല്ലാത്ത ആളുകൾക്ക് വലിയ പ്രയാസമായി തോന്നി. അല്ലാഹുവുമായുള്ള വിനാശത്തിലൂടെ മനസ്സ് കുളിർക്കുന്ന കൺകുളിർമയുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നമസ്കാരത്തെ മാറ്റി തീർക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ ഇങ്ങനെ കടുപ്പപ്പെട്ടു ധൃതിപ്പെട്ട് നിസ്കരിച്ചു പോയപ്പോൾ ആ മനുഷ്യനോട് പറയുന്നത്, തിരിച്ചു പോകുമ്പോ പള്ളിയിലിരിക്കണം. നമസ്കരിച്ചിട്ടില്ല, നമസ്കരിക്കുക. അയാൾ അതേപോലെ വീണ്ടും നിസ്കരിച്ചില്ല, ഇനി കാണാൻ വീണ്ടും നിരാൾ പോയി 3 പ്രാവശ്യം റസൂല് അയാളോട് നിസ്കരിക്കാൻ പറഞ്ഞു. നമ്മളൊക്കെ ആലോചിക്കാം, നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ടല്ലോ റസൂല് എത്ര വട്ടം നമ്മളെ തിരിച്ചു കൊടുത്തു. നമ്മളൊക്കെ നമസ്കാരത്തിന് പലപ്പോഴും നമ്മളൊക്കെ മനസ്സിനുള്ളിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നമുക്കറിയാം. നമ്മളൊക്കെ നമസ്കാരം പലപ്പോഴും അങ്ങനെയാകാറുണ്ടാവും. ശ്രദ്ധിക്കുക. അതുകൊണ്ട് വിശ്വാസം നിലനിർത്തിക്കൊണ്ടുള്ള നമസ്കാരമാക്കി മാറ്റാൻ അല്ലാഹുവുമായുള്ള സംസാരമാണ്, സ്വകാര്യ ഭാഷണമാണ്. സ്വകാര്യ ഭാഷണം എന്ന് പറഞ്ഞാൽ നമ്മളൊരാളോട് സ്വകാര്യം പറയുമ്പോൾ അയാൾ കേൾക്കും, അതിന് മറുപടി ഉണ്ടാവും. എന്താണ് പറയുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോഴാണല്ലോ സ്വകാര്യ ഭാഷണം. ആ നമസ്കാരത്തിലെ ഓരോ കർമ്മങ്ങളും ഓരോ വാക്കുകളും നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. അത് പരമാവധി മനസ്സിലാക്കുകയും അങ്ങനെ ഭക്തിയുള്ള നമസ്കാരമാക്കി ആ നമസ്കാരത്തെ മാറ്റി തീർക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മുടെ മക്കളിലുള്ള അശ്രദ്ധയും അറിവില്ലായ്മയും നമ്മുടെ കർമ്മങ്ങൾ ഒന്നുപോലും പുറത്തു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും ജീവിക്കുവാൻ ഈമാനോട് കൂടി ഈ ലോകത്തോട് വിട പറയുവാൻ നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മിൽ നിന്നും നമുക്ക് മുമ്പേ വിട പറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, അവരുടെ ബർസഖിയായ ജീവിതത്തിൽ അല്ലാഹു സുഖകരമായി കൊടുക്കുമാറാണ്.
മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുന്നതാണ്. അവരെ നമ്മെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.